9ാം ദിവസവും ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിച്ച സർക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ്. എ വി ജയശങ്കർ വിവരങ്ങൾ വച്ചിരുന്നു. ജയശങ്കർ, രാഷ്ട്രീയ പ്രേരിത സമരമാണ് എന്നൊരു മന്ത്രി പോലും പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇവിടെ ആ സമരപന്തലിൽ ഗീവർഗീസ് മാർ കൂർലോസ് പിതാവ് പറയുന്നു, മനുഷ്യനാകണം എന്ന് പാടിയാൽ മാത്രം പോരാ, അവരെ മനുഷ്യരായി പരിഗണിക്കണം. ജയശങ്കർ. ഓണറേറിയം 21,000 രൂപയ്ക്ക് ഉയർത്തണമെന്നുള്ള അടക്കമുള്ള കാര്യത്തിൽ, ഓണറേറിയം കുടിശ്ശിക നൽകണമെന്നുള്ള കാര്യത്തിൽ തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാർ അവിടെ അവർ രാപകൽ കഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. കൂർലോസ് തിരുമേനി പറഞ്ഞതുപോലെ ആരോഗ്യരംഗത്തിൻ്റെ കാലാൾപ്പടയെന്ന് നിസ്സംശയം പറയാവുന്ന പ്രവർത്തകരാണ്. കോവിഡ് കാലത്തൊക്കെ അവരുടെ പ്രവർത്തനം നമ്മൾ നേർക്കുനേർ അനുഭവിച്ചവരാണ്. അപ്പോൾ അവർ സമരമുഖത്താണുള്ളത്. ഇതുവരെ അവരെ കേൾക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. സമരത്തിൻ്റെ 6ാം ദിവസം ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ആ ചർച്ച കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായില്ല. ആരോഗ്യവകുപ്പിന് മാത്രമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി നേരത്തെ ഒരു ആലോചന നടത്തി ഒരു സമരപരിഹാരത്തിലേക്ക് എത്തിയിട്ടാണ് സാധാരണ ചർച്ചകൾ ഉണ്ടാവുക. അങ്ങനെ ഒരു തയ്യാറെടുപ്പ് മന്ത്രി നടത്താതെ വന്നു എന്ന് ആശാപ്രവർത്തകർ ആരോപിക്കുന്നുണ്ടായിരുന്നു. സമരം അവിടെ തുടരുകയാണ്. എ വി ജയശങ്കർ ചെയ്യുന്നു. ജയശങ്കർ, കേൾക്കാമോ? സമരം പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? ഇന്നാരൊക്കെയാണ് സമരപന്തലിലേക്ക് എത്തുക? വലിയ തോതിലുള്ള സമരമാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്നത്. 9ാം ദിവസമാണ് ഇവരുടെ സമരം. ഈ സമരത്തിൽ വലിയ തോതിൽ സർക്കാരിനെതിരെ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ആരോഗ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തി. പക്ഷേ തനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന നിലപാടാണ് ആരോഗ്യമന്ത്രി സ്വീകരിച്ചത്. എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ ഇത്തരത്തിൽ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട കത്ത് നൽകിയിരുന്നു. ഇന്ന് ഈ സമരത്തിൽ ഗീവർഗീസ് മാർ കൂർലോസ് പിതാവ് അദ്ദേഹം പങ്കെടുത്തിരുന്നു. സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഈ ആശാവർക്കർമാരെ മനുഷ്യരായി പരിഗണിക്കണം, മനുഷ്യരാകണമെന്ന പാട്ടുപാടിയാൽ മാത്രം പോരാ, അത്തരം മനുഷ്യരെ പരിഗണിക്കാനുള്ള ഒരു താല്പര്യം കൂടി സർക്കാർ കാണിക്കണം. ഈ മനുഷ്യരാകണം, ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹം എന്നൊന്നും പാടിയാൽ മാത്രം പോരാ, മനുഷ്യരാകൂ എന്ന് ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി പറയുകയാണ്.